അര എച്ച് പി മോട്ടർ, 1 എച്ച് പി മോട്ടർ, 1.5 എച്ച് പി മോട്ടർ, 2 എച്ച് പി മോട്ടർ എന്നിങ്ങനെ എച്ച് പി എന്ന യൂണിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് മോട്ടറുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുക. എന്നാൽ ചില സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചില സന്ദർഭത്തിൽ നമുക്ക് ഈ എച്ച് പി എന്ന യൂണിറ്റിനെ നമുക്ക് വാട്ടിലേക്കും കിലോ വാട്ടിലേക്കും കൺവെർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ എച്ച് പി എന്ന യൂണിറ്റിനെ വളരെ ഈസി ആയിട്ട് വാട്ടിലേക്കും കിലോ വാട്ടിലേക്കും നമുക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഗാമ റൈസ്. സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അനുസരിച്ച് ഒരു എച്ച് പി എന്നത് 745.69987 വാട്ടിന് തുല്യമാണ്. പക്ഷേ ഒരു എച്ച് പി എന്ന് പറയുന്നത് 745.69987 വാട്ടാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വളരെയധികം പ്രയാസമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രയാസം ഒഴിവാക്കാൻ വേണ്ടി 745.69987 എന്നതിൽ അവസാനം വരുന്ന 6 അക്ക സംഖ്യ അത് പൂർണ്ണമായും ഒഴിവാക്കി നമ്മൾ 745-നെ അത് റൗണ്ട് ചെയ്ത് 746 എന്ന സംഖ്യയായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 എച്ച് പി എന്നത് ഏകദേശം 746 വാട്ടാണെന്ന് മനസ്സിലാക്കാം. ഇതുവഴി നമുക്ക് എച്ച് പി എന്ന യൂണിറ്റിനെ നമുക്ക് വാട്ടിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ എച്ച് പി എന്ന യൂണിറ്റിന് പകരം നമ്മൾ വാട്ടിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 746 വാട്ട് എന്ന് നമുക്ക് എടുക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എച്ച് പി എന്ന യൂണിറ്റിനെ വാട്ടിലേക്കും അതുപോലെ തന്നെ കിലോ വാട്ടിലേക്കും എങ്ങനെ കൺവെർട്ട് ചെയ്യാം എന്ന് വിശദമായി നോക്കാം. അര എച്ച് പി എന്നത് എത്ര വാട്ടാണ്, ഇവ നമുക്ക് എങ്ങനെ കണ്ടെത്താം, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വാട്ടാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല എന്നത് പവർ ബ്രാക്കറ്റിൽ വാട്ട് ഈക്വൽ ടു പവർ ബ്രാക്കറ്റിൽ എച്ച് പി ഇൻറ്റു 746 എന്ന ഈ ഫോർമുലയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന പവർ എന്നത് ഇത് വാട്ട്, അതായത് പവറിൻ്റെ SI യൂണിറ്റാണ് വാട്ട് എന്നത്. നമുക്കിവിടെ വാട്ടാണല്ലോ കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആദ്യം തന്നെ പവർ എന്ന് എഴുതിയത്. അപ്പോൾ പവറിൻ്റെ SI യൂണിറ്റാണ് വാട്ട്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ വാട്ട് എന്ന് എഴുതിയത്. ഇനി ഇവിടെ എഴുതിയ പവർ എന്നത് ഇത് ഹോഴ്സ് പവറിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹോഴ്സ് പവർ എന്നത് നോൺ SI യൂണിറ്റ് ആണ്. ഇനി ഇൻറ്റു 746 എന്നത് 746 എന്ന സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞു 1 എച്ച് പി അതിനെ നമ്മൾ വാട്ടിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 746 വാട്ടാണ് വരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ 746 എന്ന സംഖ്യയാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഫോർമുല ഒന്ന് ചെറുതാക്കാം. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ഈക്വൽ ടു എച്ച് പി ഇൻറ്റു 746. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം എന്നത് അര എച്ച് പി എന്നത് എത്ര വാട്ടാണ് എന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താം. വാട്ട് ഈസ് ഈക്വൽ ടു ഇവിടെ അര എച്ച് പി എത്ര വാട്ടാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എച്ച് പി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എച്ച് പിയുടെ ആ ഒരു ഭാഗത്ത് 0.5 എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഇൻറ്റു മാർക്ക് അത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഈ 746 എന്ന സംഖ്യ അത് അതുപോലെ തന്നെ എഴുതുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 0.5-നെ 746 എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് 373 എന്ന് ലഭിക്കും. ഇവിടെ ലഭിച്ചിട്ടുള്ള 373 എന്നത്
നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസറാണ്. അതായത് അര എച്ച് പി എന്നത് എത്ര വാട്ടാണ് എന്ന ആ ചോദ്യത്തിൻ്റെ ആൻസറാണ് 373 വാട്ടാണ് എന്നതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അര എച്ച് പി എന്നത് എത്ര കിലോ വാട്ടാണ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കിലോ വാട്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്നത് കിലോ വാട്ട് ഈക്വൽ ടു എച്ച് പി ഇൻറ്റു 746 ഡിവൈഡ് ബൈ 1000 എന്നതാണ്. ഈ ഫോർമുല ഉപയോഗിച്ച് അര എച്ച് പി എന്നത് എത്ര കിലോ വാട്ടാണ് എന്ന് നോക്കാം. എച്ച് പി എന്നത് 0.5 ആണ്. 0.5 ഇൻറ്റു 746 ഡിവൈഡ് ബൈ 1000. ഇവിടെ നമ്മൾ നേരത്തെ 0.5 ഇൻറ്റു 746 എന്നത് എത്രയാണ് വരുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. 0.5 ഇൻറ്റു 746 അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 373 ആണ്. ഇനി ഈ ഡിവൈഡ് ബൈ 1000 എന്നത് ഇവിടെ ചേർക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 373 1000 കൊണ്ട് ഹരിക്കുക. 373 ഹരണം 1000. അതിൻ്റെ ആൻസറായി നമുക്ക് ലഭിക്കുന്നത് 0.37 3 എന്ന് ലഭിക്കും. അപ്പോൾ അര എച്ച് പി എന്നത് എത്ര കിലോ വാട്ടാണ് എന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്നത് 0.373 എന്നതാണ് അതിൻ്റെ ആൻസർ. ഇത് കിലോ വാട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് 1 എച്ച് പി എന്നത് എത്ര വാട്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 1 എച്ച് പി എന്നത് എത്ര വാട്ടാണ് എന്ന് പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം 1 എച്ച് പി എന്നത് 746 വാട്ടാണെന്ന് നമുക്ക് ഓൾവേസ് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷെ ഒരു ചോദ്യം എന്ന നിലയിൽ നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യത വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 1 എച്ച് പി എന്നത് എത്ര വാട്ടാണെന്ന് നോക്കാം. ഇവിടെ വാട്ട് ഈസ് ഈക്വൽ ടു എച്ച് പി ഇൻറ്റു 746 നമ്മുടെ ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്കിനി ഉത്തരം നോക്കാം. വാട്ട് ഈസ് ഈക്വൽ ടു എച്ച് പി എന്നത് 1 എച്ച് പി ആണ്. അതുകൊണ്ട് 1 എന്ന് എഴുതി. അതിനുശേഷം ഇവിടെ കാണുന്ന ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുത്തു. ഇവിടെ കാണുന്ന 746 എന്നതും എഴുതി. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എന്നത് 746 എന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 എച്ച് പി എന്നത് എത്ര കിലോ വാട്ടാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കിലോ വാട്ട് കണ്ടെത്താനുള്ള ഫോർമുല കിലോ വാട്ട് ഈസ് ഈക്വൽ ടു എച്ച് പി ഇൻറ്റു 746 ഡിവൈഡ് ബൈ 1000. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താം. കിലോ വാട്ട് ഈക്വൽ ടു എച്ച് പി എന്നത് 1 എച്ച് പി ആണ് ഇൻറ്റു 746 ഡിവൈഡ് ബൈ 1000. 1 ഇൻറ്റു 746 എന്നത് 746 തന്നെയാണ് വരുന്നത്. ഇനി ഡിവൈഡ് ബൈ 1000 എന്നത് അത് നമ്മൾ ഇതുപോലെ എഴുതുക. ഇനി ചെയ്യേണ്ടത് 746 1000 കൊണ്ട് ഹരിക്കുക.
746 ഹരണം 1000. നമുക്കതിൻ്റെ ആൻസർ എന്നത് 0.746. ഇത് കിലോ വാട്ടാണ്. അപ്പോൾ ഇവിടെ 1 HP എന്നത് എത്ര കിലോ വാട്ടാണ് എന്ന ചോദ്യത്തിൻ്റെ ആൻസർ എന്നത് 0.746 കിലോ വാട്ടാണ് എന്നതാണ് ആൻസർ. 1.5 HP എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ് വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ഈക്വൽ ടു HP ഇൻറ്റു 746. വാട്ട് ഈസ് ഈക്വൽ ടു HP എന്നത് 1.5 ആണ് ഇൻറ്റു 746 ഈക്വൽ ടു 1.5നെ 746 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് 1119 എന്നതാണ്. 1119 വാട്ട്. 1.5 HP എന്നത് എത്ര വാട്ടാണ് എന്ന ചോദ്യത്തിൻ്റെ ആൻസർ എന്നത് 1119 വാട്ട് എന്നതാണ് ആൻസർ. ഇനി നമുക്ക് 1.5 HP എന്നത് എത്ര കിലോ വാട്ടാണ് എന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ കിലോ വാട്ട് ഈക്വൽ ടു HP ഇൻറ്റു 746 ഡിവൈഡഡ് ബൈ 1000 എന്നതാണ് ഫോർമുല. കിലോ വാട്ട് ഈക്വൽ ടു HP എന്നത് 1.5 ആണ് ഇൻറ്റു 746 ഡിവൈഡ് ബൈ 1000 എന്നത് അതുപോലെ തന്നെ എഴുതുക. ഈക്വൽ ടു ഇവിടെ നമ്മൾ നേരത്തെ 1.5നെ 746 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് 1119 എന്നതാണ്. ആ സംഖ്യ നമുക്ക് ഇവിടെ എഴുതാം. ഇനി ഡിവൈഡ് ബൈ 1000 എന്നത് അത് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 1119നെ 1000 കൊണ്ട് ഹരിക്കുക. നമുക്കതിൻ്റെ ആൻസറായിട്ട് ലഭിക്കുന്നത് 1.119 എന്നതാണ്. 1.5 HP എത്ര കിലോ വാട്ടാണ് എന്ന ചോദ്യത്തിന് ആൻസർ എന്നത് കിലോ വാട്ട് ഈക്വൽ ടു 1.119 എന്നതാണ്. ഇനി നമുക്ക് 2 HP എന്നത് എത്ര വാട്ടാണ് എന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് ഈക്വൽ ടു HP ഇൻറ്റു 746. വാട്ട് ഈസ് ഈക്വൽ ടു HP എന്നത് 2 HP ആണ് ഇൻറ്റു 746. ഇത് വാട്ടാണ്. അപ്പോൾ ഇവിടെ ചോദ്യം 2 HP എന്നത് എത്ര വാട്ടാണ് എന്നതായിരുന്നു. അതിൻ്റെ ആൻസർ എന്നത് 1492 വാട്ടാണ് എന്നതാണ് ആൻസർ. ഇനി 2 HP എന്നത് എത്ര കിലോ വാട്ട് ആണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ കിലോ വാട്ട് ഈസ് ഈക്വൽ ടു HP ഇൻറ്റു 746 ഡിവൈഡ് ബൈ 1000.
കിലോ വാട്ട് സീക്വൽ ടു എച്ച് പി എന്നത് 2 HP ആണ്. 2 × 746 ഡിവൈഡ് ബൈ 1000. ഇവിടെ 2 × 746 എന്നത് ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് 1492. ഇനി ഡിവൈഡ് ബൈ 1000 എന്നത് അടിയിൽ എഴുതുക. ഇനി ചെയ്യേണ്ടത് ഈ 1492നെ 1000 കൊണ്ട് ഹരിക്കുക. 1492നെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1.492 എന്നതാണ്. ഇത് കിലോ വാട്ടാണ്. അപ്പോൾ കിലോ വാട്ട് ഈസ് ഈക്വൽ ടു 1.492 എന്ന് നമുക്ക് ആൻസർ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് 5 HP എത്ര വാട്ടാണ് എന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് ഈക്വൽ ടു HP ഇൻറ്റു 746. വാട്ട് ഈസ് ഈക്വൽ ടു HP എന്നത് 5 HP ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 5 എന്ന് എഴുതി ഇൻറ്റു 746 ഈക്വൽ ടു 5 × 746 നമുക്ക് ലഭിക്കുന്നത് 3730 എന്നതാണ്. 3730 എന്നത് വാട്ടാണ്. അതായത് 5 HP എന്നത് 3730 വാട്ടാണ്. ഇനി നമുക്ക് 5 HP എന്നത് എത്ര കിലോ വാട്ടാണ് എന്ന് പരിശോധിക്കാം. കിലോ വാട്ട് ഈസ് ഈക്വൽ ടു HP ഇൻറ്റു 746 ഡിവൈഡ് ബൈ 1000. കിലോ വാട്ട് ഈസ് ഈക്വൽ ടു HP എന്നത് 5 HP ആണ്. അതുകൊണ്ട് 5 എന്ന് എഴുതി ഇൻറ്റു 746 ഡിവൈഡ് ബൈ 1000. അഞ്ച് ഇൻറ്റു 746 അതിൻ്റെ ആൻസർ 3730. ഇനി ഈ ഡിവൈഡ് ബൈ 1000 കൊണ്ട് ഇതിൻ്റെ അടിയിൽ എഴുതുക. ഇനി ചെയ്യേണ്ടത് ഈ 3730നെ 1000 കൊണ്ട് ഹരിക്കുക. നമുക്കതിൻ്റെ ആൻസറായി 3.73 എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ കിലോ വാട്ട് ഈസ് ഈക്വൽ ടു 3.73 എന്നതാണ്. അതായത് 5 HP എന്നത് 3.73 കിലോ വാട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹോഴ്സ് പവർ അഥവാ HP. HP എന്ന യൂണിറ്റിനെ വാട്ടിലേക്കും കിലോ വാട്ടിലേക്കും എങ്ങനെയാണ് കൺവെർട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഉപകരണങ്ങൾ എല്ലാം തന്നെ വാട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകളാണ്. ഇവ നിങ്ങൾക്ക് ആമസോൺ വഴി വാങ്ങുവാൻ സാധിക്കും. ഇവ നിങ്ങൾക്ക് ആമസോൺ വഴി വാങ്ങുവാൻ വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെ അതാത് പ്രോഡക്റ്റിൻ്റെ ആമസോൺ ലിങ്ക് അത് വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ള ആ ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതാത് പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കും. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള
നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ വ്യക്തമായി അത് എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.